വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഗായ്സ് നമ്മളെന്തായാലും ഇന്നെന്തായാലും ഗായ്സ് വന്നേക്കണ ഗായ്സ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിലും കാര്യങ്ങളൊക്കെ ഒരു പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ടാണ് ഗായ്സ് നമ്മളെന്തായാലും ഇന്നെന്തായാലും വന്നേക്കണം. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ഇന്നെന്തായാലും ഒരു പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ടാണ് ഗായ്സ് നമ്മളെന്തായാലും വന്നേക്കണം. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ തരട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തതുണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കും. ഓക്കെ, എന്നാൽ എൻ്റെ വീഡിയോസുകളൊക്കെ അപ്പോഴും തന്നെ നിങ്ങൾക്ക് എന്തായാലും നോട്ടിഫിക്കേഷനായിട്ട് എന്തായാലും എനേബിൾ ആവുന്നതാണ്. ഓക്കെ, അപ്പം ബാക്കി കാര്യങ്ങളെല്ലാം എന്തായാലും ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വെബ് സീരീസ് വീഡിയോ അല്ല ഇന്നത്തെ, നമ്മളല്ലാതെ ഇടുന്ന ഒരു വീഡിയോ അല്ല, അതേപോലത്തെ ഒരു വീഡിയോയും കണക്കാണ് ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ലെറ്റ്സ് ഗോ സ്റ്റാർട്ട് ഗൈസ്. ഓക്കെ ഓക്കെ ഗായ്സ്, എന്തായാലും ഇവിടെ ഇപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും നമ്മുടെ വീട്ടിൽ കണക്ക് ആകെ ബോറടിച്ചൊക്കെ നിൽക്കുകയാണ്. ഓക്കെ, ഭയങ്കര ബോറെന്ന് വെച്ചാൽ ഭയങ്കര ബോർ, ഒരു നല്ല വണ്ടിയും ഇല്ല, ഒരു കോപ്പുമില്ല ഗൈസൊക്കെ, ആകെ ബോറടിച്ചൊക്കെ നിൽക്കുകയാണ്. ഓക്കെ, അപ്പം ആകെയുള്ള ഈ ഒരു സൈക്കിളാണ്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. ഓക്കെ, നമുക്കാണെങ്കിൽ ഏതാണ് നമ്മുടെ വീട്ടിൽ കാര്യങ്ങളൊക്കെ എന്തായാലും ഒരു ഏതാണ് പുതിയതായിട്ട് ഞാൻ എന്തായാലും ഒരു ഏതാണ് PC കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു PC-യിൽ നമുക്ക് ഒരു പ്രത്യേകമുണ്ട്. ആ ഒരു PC-യിൽ കാര്യങ്ങളൊക്കെ എന്ത് വരച്ചാലും അത് റിയലായിട്ട് സ്പോണായി വരുന്നതാണ്. ഓക്കെ, അതാണ് ആ ഒരു PC-യുടെ പ്രത്യേകം കണക്ക്. ഇതാണ് ആ ഒരു PC-യും കാര്യങ്ങളൊക്കെ. ഞാൻ അങ്ങനെ PC-യും പിന്നെ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ഒരു കിടുക്കാച്ചായിട്ടുള്ള PC-ആണ്, ഗെയിമിങ് എഡിഷനാണ്. പക്ഷേ ഇതിലാണെങ്കിൽ ടക്സ് പെയിൻ്റ് എന്നൊരു സാധനമുണ്ട്. ഓക്കെ, ആ ഒരു പെയിൻറ്റിങ് ആപ്പിലും കാര്യങ്ങളൊക്കെ എന്ത് വരച്ചാലും അത് റിയലായിട്ട് നമ്മുടെ വീടിൻ്റെ വെളിയിൽ നമ്മൾ സെറ്റ് ചെയ്യണ പൊസിഷൻ അനുസരിച്ച് ഏത് സാധനമായാലും ശരി അതെന്തായാലും സ്പോൺ ആവുന്നതാണ്. ഓക്കെ, അതാണ് ഈ ഒരു ഐറ്റത്തിൻ്റെ പ്രത്യേകം കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് എന്തെങ്കിലുമൊക്കെ വരയ്ക്കാമെന്ന്. ഓക്കെ, അപ്പം നമുക്കെന്തായാലും നൈസായിട്ട് ഈ ഒരു PC-യിൽ ഞാനൊക്കെ ഇപ്പം എന്തെങ്കിലും വരയ്ക്കാം കേസ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു PC-യിൽ എന്തായാലും എന്തെങ്കിലുമൊക്കെ വരയ്ക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ വരയ്ക്കാം. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും അതിലോട്ട് കിടക്കാം. ഓക്കെ ഓക്കെ ഗായ്സ്, എന്തായാലും ഇവിടെ ഇപ്പം എന്തായാലും നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ ഉള്ള ആ ഒരു ടക്സ് പെയിൻ്റ് എന്നുള്ള ആ ഒരു ഇങ്ങനെ വരയ്ക്കണ ആ ഒരു ആപ്പുകളൊക്കെ നൈസായിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ആപ്പുകളൊക്കെ എടുത്തിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, ഈ ഒരു ആപ്പിൽ കുറേ ടൂൾസുകളും ബാക്കി സാധനമുണ്ട്, നല്ലൊരു ആപ്പാണ്. ഓക്കെ, അവിടെ ബേസിക്കലി ഒരു ലൈൻ എന്തായാലും ഈ ഒരു ബോക്സ് എടുത്ത് ഈ ഒരു സാധനം വെച്ച് എന്തായാലും വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഷേപ്സിൻ്റെ സ്ഥലത്ത് ഞാൻ എന്തായാലും ഒരു സർക്കിളിൻ്റെ ഇത് എടുത്തിട്ടുണ്ട്. ഓക്കെ, സർക്കിൾ എടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് വരയ്ക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അയ്യോ തെറ്റി ഗായ്സ്, തെറ്റി കുഴപ്പമില്ല, ഒന്നേന്ന് വരയ്ക്കാം. തെറ്റിപ്പോയ സാധനം. ഓക്കെ, ഇച്ചിരി പാടാണ് ഈ സാധനം വരയ്ക്കാനായിട്ട്. ഓക്കെ, വേറെ മോളിടാം, കുറച്ചുകൂടെ നീളത്തിലെടുക്കാം. ഓക്കെ, ഇതേപോലെ വലിയൊരു വര വരയ്ക്കുക. ഷേപ്സിൻ്റെ സ്ഥലത്ത് സർക്കിൾ എടുക്കുക, ഇവിടെ നിന്ന് അതങ്ങ് പോട്ട് കുറച്ചുകൂടെ ഇങ്ങനെ എടുക്കണം, ഇങ്ങനെ എടുക്കണം, ഇങ്ങനെ എടുക്കണം. ഓക്കെ, അങ്ങനെ നമ്മളങ്ങനെ ടയറുകളൊക്കെ നമ്മളങ്ങനെ വരച്ചിട്ടുണ്ട്. ഓക്കെ, ടയർ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഐറ്റങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് മുകളിലോട്ടുള്ള ബാക്കി ഐറ്റങ്ങളൊക്കെ വരയ്ക്കാം. ഞാൻ ഇപ്പം മണ്ടയ്ക്ക് നമ്മുടെ ആ ഒരു ബമ്പർ പോലത്തെ ഒരു സാധനമല്ലോ അത് വരയ്ക്കാം. ഓക്കെ, ഇനി പിന്നെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഒരു ബമ്പർ പോലൊരു സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞ ഒരു ബമ്പർ പോലത്തെ സാധനം അതാണ്. ഓക്കെ, കോമഡി ആയിട്ടുണ്ട് നമ്മുടെ പടം. ഓക്കെ, ഓ മാൻ. ഓക്കെ, അങ്ങനെ അത് വരച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. പിന്നെ നമുക്ക് ഇവിടെ നേരെ മുകളിലോട്ട് വരയ്ക്കാം. പിന്നെ ഇവിടെ നേരെ ബാക്കിലോട്ടേക്ക് വരയ്ക്കാം. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ താഴോട്ടേക്ക് വരയ്ക്കാം. താഴെ വരയ്ക്കാൻ വലിയ പാടൊന്നുമില്ല. ഓക്കെ, ഈസിയായിട്ട് വരയ്ക്കാമെന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ വരച്ചപ്പം വേറെന്തോ പോലെ ആയിരിക്കും. ഓക്കെ, അത് ചെറിയെന്തോ സംഭവം. ഓക്കെ, അതൊക്കെ താറ് നമ്മളെന്തായാലും റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ 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 അപ്പം അത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസിൻ്റെ ഒരു ഏരിയയില്ല, അത് നമുക്ക് വരയ്ക്കാം. ഓക്കെ, അതാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ വരയ്ക്കണം. ഓക്കെ, ചെയ്യും പാടാണൊക്കെ, അത് വരച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു
ഫെൻഡറിൻ്റെ ആ ഒരു പോർഷൻ അത് വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അത് ഫ്രണ്ടിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കട്ടിങ് ഇടാം. ഓക്കെ, ഇത് ഇച്ചിരി പാടാണ് കേട്ടോ ഗൈസ്, വരയ്ക്കാനായിട്ട് ഭയങ്കര ടഫും കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനെയൊക്കെ ആയിപ്പോയിട്ടുണ്ട്. ഫ്രണ്ട് ഇങ്ങനെ വരയ്ക്കാം. അയ്യോ, ഇതെന്ത് കാറടേ, ഭയങ്കര പാട് വരയ്ക്കാൻ. ഒന്നും വേണ്ട. ഓ, അടിയിൽ ഇങ്ങനെ ഒരു ഇതായി, കുഴപ്പമില്ല, നമുക്ക് എറൈസ് കളയൊക്കെ. ഈ അറ്റങ്ങളൊക്കെ ഇങ്ങനെ ചവറുകൾ അവിടെ അതൊക്കെ നമുക്ക് എറൈസ് ചെയ്ത് കളയൊക്കെ. എറൈസർ അളവാൻ എന്തിനു പേടിക്കണ, ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഓക്കെ, എറൈസർ എടുക്കുക, ഇങ്ങനെ വായിക്കുക, അത്രയേ ഉള്ളൂ ഗൈസ്. ഓക്കെ ഓക്കെ, അങ്ങനെയുള്ള വെച്ച് ടയർ പക്ഷേ ഇതായി പോയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ടയർ അത് കുഴപ്പമില്ല, നമുക്ക് ഷേപ്സ് ഒന്നും കൂടെ എടുത്തിട്ട് ടയർ നമ്മുടെ അത് പോയി കേട്ടാ. ടയർ കാര്യം നമുക്കൊരു ലൈൻ ഇങ്ങനെ വരച്ചെടുക്കാം. ഓക്കെ, ലൈൻ വരയ്ക്കാനായിട്ട് ഭയങ്കര പാടാണ്. ഓക്കെ, അങ്ങനെ ഒരു ലൈൻ വരച്ചെടുത്തു. ഓക്കെ, ഇനി നമുക്ക് ലൈൻസ് എടുക്കാം. ഇനി നമുക്ക് ഡോർ വരയ്ക്കാം. ഓക്കെ, ഓ അത് സീനായി. ഓക്കെ, ഡോറെ വരച്ച് ഇവിടത്തെ ഡോറും കൂടെ. ഓക്കെ, അതും ഞാൻ വരച്ച്. ഇനി താറിൽ ഇങ്ങനൊരു സാധനമല്ല, ഇങ്ങനൊരു ടയറിന് ചുറ്റിലുള്ളൊരു സാധനം, ഇതാണ് ഞാൻ വരയ്ക്കാൻ നോക്കണം. അതെന്നെ കൊണ്ട് വരയ്ക്കാൻ പറ്റണില്ല കേട്ടോ. ഓക്കെ, ഇവിടെ ഫ്രണ്ടിലത്തെ സാധനം സെറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ, അതാണ് ഞാൻ സെറ്റ് ചെയ്യാം. ഓക്കെ, ഫ്രണ്ടിലത്തെ ആ ഒരു ടയറിൻ്റെ അവിടെ ആയിട്ടുള്ള ഒരു ടയർ ബ്ലാക്ക് തന്നെയാണ്, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ ഓക്കെ ഓക്കെ, അത് വരച്ചിട്ടുണ്ട്. ഈ പെയിൻറ്റിൻ്റെ സെക്ഷൻ കയറി നമുക്ക് ഇങ്ങനെയൊക്കെ വരയ്ക്കാം. ഓക്കെ, കറക്റ്റ് ഒന്ന് റൗണ്ട് ആക്കി എടുക്കട്ടെ ഈ ടയറിൻ്റെ പോർഷൻ, ആണെങ്കിൽ വൃത്തിയിടായിരിക്കും. കുറച്ചുകൂടെ വലുപ്പം വേണം. ഓക്കെ, ടയർ അലമ്പായിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലോയിഡ് അതെടുക്കാം. ബ്ലാക്ക് മൊത്തം ഇവിടെ ഫുള്ളായിട്ട് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. പിന്നെയും ബ്ലാക്ക് എടുക്കാം. ഓക്കെ ഓക്കെ, പിന്നെയും ഫ്ലോ എടുക്കാം. ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, അതെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ എറൈസർ എടുക്കാം. നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു അദ്ദേഹം വായിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഏകദേശം താറിൻ്റെ ഒക്കെ ഒരു ലുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ചിലപ്പോഴൊക്കെ എനിക്കറിഞ്ഞൂടാ. ഓക്കെ ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് നമ്മുടെ താറൊക്കെ സത്യത്തിൽ. പക്ഷേ എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല നമ്മുടെ താറൊക്കെ. ഒരു നല്ലൊരു വണ്ടി ഞാൻ കോളാക്കി ഗൈസ്, ഞാൻ വരച്ചതാണ് എന്നാലും, പക്ഷേ എനിക്കിഷ്ടപ്പെട്ടില്ല ഗൈസ്. അതാണൊക്കെ അതാണൊക്കെ കുഴപ്പമില്ല. ഓക്കെ, ചെറിയൊക്കെ ഡാമേജുകളല്ലേ, സാരമല്ല. ഓക്കെ, അടുത്ത് നമുക്ക് നല്ലൊരു വണ്ടി വരയ്ക്കണം. ഓക്കെ ഓക്കെ, ലൈറ്റ് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലോഗ് ഒതുക്കാം, ലൈറ്റ് കളർ കൊടുക്കാം. മറ്റേ മുകളിലത്തെ അത് ഫുള്ള് ബ്ലാക്കാണ്. ഓക്കെ, തീർന്നിട്ടില്ല ഗൈസ് വണ്ടിയുടെ പണി. ഓക്കെ ഓക്കെ, ലൈൻസിൻ്റെ ഏരിയ എടുക്കുക. ഫ്രണ്ടിലത്തെ ലൈറ്റ് എന്ന് വെച്ചാൽ ഒരു സർക്കിളായിട്ടുള്ളൊരു ലൈറ്റാണ്. ഓക്കെ, സർക്കിൾ പോലത്തുള്ളൊരു ലൈറ്റാണ്. ഓക്കെ, ലൈറ്റ് വരച്ചിട്ടുണ്ട്. ഓക്കെ, ലൈറ്റ് നമുക്ക് ഇതേപോലത്തെ ഒരു കളർ എടുക്കാം. ഓക്കെ, ലൈറ്റ് അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മിറേഴ്സ്. ഓക്കെ, മിറേഴ്സ് വരയ്ക്കാൻ ഇച്ചിരി പാടാണ്. ഓക്കെ, മിറേഴ്സ് വരയ്ക്കാൻ ഇച്ചിരി പാടാണ്. ഓക്കെ, ഷേപ്സിൻ്റെ അങ്ങനത്ത്. ഓക്കെ, ഇത് മതി. ഓക്കെ ഓക്കെ, ഇങ്ങനെ മതി. അയ്യോ, അത് ഫ്ലോ എടുത്തിട്ട് അത് ബ്ലാക്ക് ആക്കാം. ഓക്കെ, മിറർ വരച്ചിട്ടുണ്ട്. പക്ഷേ എന്ത് വരച്ചാലും ഒരു താറിൻ്റെ ഒരു ലുക്ക് കിട്ടുന്നില്ല. ഓക്കെ, ഞാൻ മനസ്സിലായില്ലേ, ഒരു താറിൻ്റെ ഒരു ലുക്ക് കിട്ടുന്നില്ല. ഓക്കെ, താറിൻ്റെ ലുക്കാണെങ്കിൽ അതിൻ്റെ ഒറിജിനൽ വണ്ടിയുടെ അവിടെ തന്നെ ചോദിക്കണം എങ്ങനെയാണ് ലുക്ക് ഇരിക്കണതെന്ന്. ഓക്കെ
ഓക്കെ, നമ്മളങ്ങനെ ഏകദേശം ഒരുവിധമൊക്കെ വരച്ചിട്ടുണ്ട്. ഓക്കെ, ലൈൻസ് ഇനി വല്ലതും കൊടുക്കണം. അപ്പോൾ ലൈൻസ് വേണമെങ്കിൽ കുറച്ച് വരയ്ക്കാം. ഓക്കെ, നമ്മുടെ അലോയ് വീലില്ല, അത് വരയ്ക്കാം. ഓക്കെ, അലയാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ വേറെന്തോ ആയിപ്പോയതാണ്. ഓക്കെ, അയ്യോ ഇച്ചിരി ടഫാണ്. ഓക്കെ, നല്ല പാടാണ്. ഓക്കെ, എങ്ങനെയെങ്കിലും ഇരിക്കട്ടെ. ഓക്കെ, അത് വരച്ച് ഇനി നമുക്ക് കംപ്ലീറ്റ്ലി അങ്ങ് ബ്ലൂ കൊടുത്ത് ഒന്ന് സെറ്റാക്കി എടുക്കാം. അയ്യോ ഫ്ലോ 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 അയ്യോ, ഓ ഇവിടെ ചെറുതായിട്ടൊരു ഡാമേജ് ഉണ്ട് ഗൈസ്. ഓക്കെ, അതാണ് ഇവിടെ അങ്ങനെ ആയിപ്പോയത്. ഓക്കെ, അതൊന്നും ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള സൈഡ് കളറാവും, അതാണ് കുഴപ്പം. ഓക്കെ ഓക്കെ, ഞാനപ്പോൾ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസിൻ്റെ കളർ കൊടുക്കാം. ഓക്കെ, ഗ്ലാസിൻ്റെ കളർ ഞാൻ ബ്ലൂ ആക്കിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അതടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഒരു ടെക്സ്റ്റും കൂടെ കൊടുക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഓക്കെ, നമ്മുടെ ഈ ഒരു ഏതാണ് ടെക്സ്റ്റ് പെയിൻ്റ് എന്നുള്ള ഈ ഒരു ആപ്പ് അവർക്ക് മനസ്സിലാവണ്ടേ ഇത് താറാണെന്ന്. അതുകൊണ്ട് നമുക്ക് താറെന്ന് ഏതാണ് ഒരു ഇതും കൂടെ കൊടുക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, താർ. ഓക്കെ, അയ്യോ സോറി, താർ താറെന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പോയി അത്, പക്ഷേ ഞാൻ താറെന്ന് കൊടുത്തത് ഇങ്ങോട്ട് പോയി. കുഴപ്പമില്ല, നമുക്ക് ഒന്നും കൂടെ ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, അതെന്തോ മുകളിലെന്തോ വീണേ, ഒരേ കൂടെ അടിക്കാൻ. ഓക്കെ, താർന്ന് അടിച്ചിട്ടുണ്ട്, പക്ഷെ അതിവിടെ പോയി. ഓക്കെ, ബോൾട്ട് മതി. ഓക്കെ, വാ ലെറ്റർ എവിടാ? ലെറ്റർ എവിടെ എൻ്റെ താറ്? ഓക്കെ, താറെന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി കൂടെ ഇത് വലുതാക്കാൻ പറ്റില്ലല്ലേ? ഓക്കെ, ഇങ്ങനെ മതി. ഓക്കെ, അതിൻ്റെ കളർ മാറ്റാൻ പറ്റുമോ? കുറച്ചുകൂടെ ഭംഗിയാവും. ഓക്കെ, ഇതൊക്കെ മതി. ഓക്കെ, ഞാനിവിടെ താറെന്ന് എന്തായാലും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സേവ് കൊടുത്ത് ഈ ഒരു സാധനവും കാര്യങ്ങളൊക്കെ സേവ് ആവുന്നതാണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് നേരെ നമ്മുടെ ഐറ്റത്തിലോട്ട് കിടക്കാം. ഓക്കെ, സേവും കാര്യങ്ങളൊക്കെ എന്തായാലും കൊടുത്തിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, ഇവിടെ ഇപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും സേവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇതെന്തായാലും റിയൽ ലൈഫിലോട്ട് എന്തായാലും സ്പോൺ ചെയ്യാം. ഓക്കെ ഓക്കെ ഗായ്സ്, എന്തായാലും ഇവിടെ ഇപ്പം എന്തായാലും ഞാൻ എന്തായാലും നമ്മുടെ ആ ഒരു ഏതാണ് PC-ലും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ആ ഒരു ഏതാണ് പടവും കാര്യങ്ങളൊക്കെ വരച്ചിട്ട് സേവ് കൊടുത്തിട്ട് ഞാൻ അത് നേരെ നമ്മുടെ റിയൽ ലൈഫിലോട്ട് സ്പോണാക്കി. സാധനം വന്നോന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. ഓക്കെ, നമുക്കപ്പോൾ വെളിയിലിറങ്ങി എന്തായാലും നോക്കാം. വന്നില്ലേ? പക്ഷേ അതിന് ആൾക്കാരെ മനസ്സിലായില്ലേ എന്തോ നമ്മൾ വരച്ചത്. താർന്ന ശേഷം കൊടുത്തതാണ് ഇവിടെ. പക്ഷെ ഒരു വണ്ടികളോ കാര്യങ്ങളോ ഒന്നും എൻ്റെ മോനെ, എൻ്റെ ആളിയ വണ്ടി വന്ന്. ഞാൻ വിചാരിച്ചു വണ്ടി വരില്ലെന്ന്, പക്ഷെ വണ്ടി വന്ന്. ഓ മാൻ, നമ്മൾ വരച്ച പോലെ തന്നെ അതേപോലെ തന്നെ ഇരിക്കുകയാണ് കേട്ടാ. ഓ മാൻ, നമ്മുടെ താറും കാര്യങ്ങളൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട് ഗൈസ്. യെസ്, മഹീന്ദ്ര താർ ഞാൻ വരച്ച അതേ കളറൊക്കെ. താറ് ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലേ, ഞാൻ അതൊന്നും വരച്ചില്ല. ഞാൻ അങ്ങനെ ചുമ്മാ പെട്ടി പോലെ ഇങ്ങനെ വരച്ച് വെച്ചൊക്കെ. പക്ഷെ അതൊന്നും കുഴപ്പമില്ല, നമുക്ക് താറ് കിട്ടിയില്ല, അത് മതി ഗൈസ്. ഓക്കെ, ഓ മാൻ, താറ് നമുക്കിങ്ങനെ ആദ്യമായിട്ട് അങ്ങനെ ഒരു കിടക്കാച്ച് കാർ ഞാനൊക്കെ കിട്ടിയേക്കാണ്. ഓക്കെ, കാറല്ല, ഒരു ജീപ്പാണ് താറെന്ന് വെച്ചാൽ. ഓക്കെ, താറോടിക്കാം, സൈക്കിളോടെ ഇരിക്കണം, അതവിടെ ഇരിക്കട്ടെ. ഓ മാൻ, നൈസ് താറാണ്, നല്ല സ്പീഡുണ്ട്. ഓക്കെ, നമ്മൾ വരച്ച താറ് സ്പോണായിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്കിതൊന്ന് ഓടിച്ചു നോക്കാം. ഓക്കെ,
നല്ല കിടുക്കാച്ചായിട്ടുള്ളൊരു താറും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നമുക്കിവിടെ നേരെ ഇതിനെ എന്തായാലും അങ്ങ് ഡ്രിഫ്റ്റ് ചെയ്തെടുക്കാം. ഓ വിഴല്ലേ. എന്നാൽ അത് തിരിച്ച് റിപ്പയർ ചെയ്യണമെങ്കിൽ ഞാൻ ക്യാഷ് ഇനി വരയ്ക്കേണ്ടിവരും, എന്നാലേ പൈസ കിട്ടും. ഓക്കെ, ക്യാഷൊക്കെ നമ്മളെല്ലാം ഉണ്ട്. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. എൻ്റെ മോൻ എന്തായാലും നൈസറുണ്ട്. നമ്മൾ വരച്ച നമ്മുടെ താർ അങ്ങനെ സ്പോണായി വന്നിട്ടുണ്ട്. ഓക്കെ, അത് മതി. ഓക്കെ, വേറൊന്നും വേണ്ട. ഓക്കെ, എന്തായാലും നൈസായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും താറ് കണക്ക് തിരിച്ച് വീട്ടിൽ കണക്ക് കയറ്റാം. ഈ വണ്ടി ഇങ്ങനെ തലത്തിനെ മറിഞ്ഞൊക്കെ പോണേ. ഓക്കെ, ഇനി നമുക്ക് എല്ലാ വണ്ടികളും ഇതേപോലെ വരച്ചാൽ മതി, എല്ലാം ഇതേപോലെ സ്പോണാണ്. ഓക്കെ, അത് മതി. ഓക്കെ, നമുക്കിപ്പോൾ എന്തായാലും ഈ ഒരു താറ് കണക്ക് ഇങ്ങോട്ട് നമുക്ക് പാർക്ക് ചെയ്തിടാം. ഓക്കെ, നമുക്ക് ഇങ്ങനെ അങ്ങ് പാർക്ക് ചെയ്തിടാം. ഓക്കെ, ഓ മാൻ, ഒടുക്കത്തെ ലുക്കും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത്രയുള്ള ഗായ്സ് എൻ്റെ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളും. ഓക്കെ, അപ്പം ഇതിൻ്റെ ഇഷ്ടം പോലെ വീഡിയോസ് നമ്മുടെ ചാനലിങ്ങളൊക്കെ വരുന്നതാണ്. നമ്മൾ ഏകദേശം എല്ലാ വണ്ടികളും വെച്ച് നമ്മൾ ഇതേപോലെ വീഡിയോ ഇടുന്നതാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ താറിൻ്റെയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓക്കെ, അതങ്ങനെ ഫൈനലി അങ്ങനെ സക്സസ്ഫുള്ളി കഴിഞ്ഞിട്ട് എന്തായാലും തന്നെ ഉണ്ട്. ഓക്കെ, അപ്പം നാളെ എന്തായാലും ഒരു കിടിലൻ വണ്ടിയായിട്ട് എന്തായാലും വരുന്നതാണ്. അപ്പം എല്ലാവരും ഈ വീഡിയോ ഇതിലിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തതുണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനെടുത്തോളം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നാളെ എന്തായാലും ഞാൻ ഒരു കിടുക്കാച്ച് വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും പിന്നെ എന്തായാലും വരുന്നതാണ്. ഓക്കെ, അപ്പം എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ചാനലും കളൊക്കെ ഏകദേശം 319 സബ്സ്ക്രൈബേഴ്സും കളൊക്കെയാണ് നമ്മുടെ ചാനൽ. ഓക്കെ, ഞാൻ പിന്നെ ഇന്നലെ വീഡിയോ കളൊക്കെ ഇട്ടുകൊണ്ട് നിങ്ങളെന്തായാലും അത്രയും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടാണ് ഞാൻ വീഡിയോ കളൊക്കെ ഇട്ടത്. ഓക്കെ, നമ്മുടെ ചാനലും കളൊക്കെ 320 ഹിറ്റ് ചെയ്തില്ലെങ്കിലും 390 ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് മതി. ഓക്കെ ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ടാർഗറ്റ് കളൊക്കെ 323 ആണ്. ഓക്കെ, അപ്പോൾ അതടിക്കുമ്പോൾ നമ്മൾ 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 ഒരു പുതിയൊരു വീഡിയോയുമായിട്ട് ഗൈസ് ആസ്ഫാൾട്ട് 8 നമ്മൾ വരുന്നതാണ്. ഓക്കെ, ആസ്ഫാൾട്ട് 8 നമ്മളെന്തായാലും ഒരു പുതിയൊരു കിടിലെ വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബുകളൊക്കെ എന്തായാലും ചെയ്തിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുക നമ്മുടെ ആസ്ഫാൾട്ടിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്തായാലും ലൈക്ക് കാണൊക്കെ ചെയ്യുക. ഇതിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. 323 ആവാതെ നമ്മൾ അടുത്ത വീഡിയോയും കണക്ക് ഇടത്തില്ല. ഓക്കെ, 323 ആകുമ്പോൾ അപ്പം തന്നെ ഞാൻ എന്തായാലും സ്പോട്ട് വെച്ചിട്ട് ഞാൻ എന്തായാലും ആസ്ഫാൾട്ടിൻ്റെ വീഡിയോകളൊക്കെ ഇടുന്നതാണ്. ഓക്കെ, ആസ്ഫാൾട്ട് അല്ലാതെ തന്നെ ഞാൻ ഇപ്പോൾ ഇട്ടതുപോലെ ഇന്ത്യൻ്റെ ഇടുന്നതാണ്. ഓക്കെ, ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3യുടെ വെബ് സീരീസ് അടുത്ത ഇടുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഈ വീഡിയോ ഞാൻ ഇടുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. എന്നിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ, ടാറ്റാ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.